നമ്മുടെ ഫോറിൻ ലിക്വർ ക്ലബ് ലൈസൻസുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ PK ലേണിംഗിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സൈസുമായി ബന്ധപ്പെട്ട എക്സൈസിൻ്റെ ഫോറിൻ ലിക്വർ റൂൾസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോറിൻ ലിക്വർ റൂൾസുമായി ബന്ധപ്പെട്ട് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂൾ 13-ന്റെ 4 റൂൾ 13-ന്റെ 4 നമ്മൾ പറയുന്നത് ഫോറിൻ ലിക്വർ ക്ലബ് ലൈസൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫോറിൻ ലിക്വർ ക്ലബ് ലൈസൻസ് എന്ന് പറയുന്നത്? ഇതും എക്സൈസ് കമ്മീഷണർ തന്നെയാണ് പറയുന്നത്. എന്താണ്? seamen and marine of officers and which are working under the auspicious and guidance of the Director General Shipping on payment of annual rental. ഈ ലൈസൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലബുകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഫോറിൻ ലിക്വർ ക്ലബ് ലൈസൻസ് എന്ന് പറയുന്നത് സോൺലി ടു ദ റിക്വയർമെന്റ്സ് സീമെൻ മറൈൻ ഓഫീസേഴ്സ് വിച്ച് ആർ വർക്കിംഗ് അണ്ടർ ഓസ്പീഷ്യസ് ഗൈഡൻസ് ഓഫ് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെയാണ് എന്താണ് ഇവിടെ 50,000 ആണ് ഇതിൻ്റെ എന്ത് കൊടുക്കുന്ന ഫീ എന്ന് പറയുന്നത് 50,000 ആണ്. ദെൻ ഫോറിൻ ലിക്വർ ക്ലബ് ലൈസൻസുമായി ബന്ധപ്പെട്ട് അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതി ലൈസൻസ് ഇൻ ദിസ് ഫോം മേ ബി ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ക്ലബ്ബ്. അപ്പം നിലവിലുള്ള എന്താണ് ക്ലബ്ബുകൾക്ക് ഫോറിൻ ലിക്വർ ലൈസൻസുകൾ കൊടുക്കും. അത് എന്താണ് ആനുവൽ റെന്റൽ ഓഫ് എന്താണ് 15 lakhs ആണ് അവിടെ പറയുന്നത്. ഇനി ഇതേ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ക്ലബ് ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 10 വർഷമായിട്ട് നിലവിലുള്ള ഒരു ക്ലബ് ആയിരിക്കണം. ഒന്നുകിൽ അത് എന്താണ് അല്ലെങ്കിൽ ഇതിന് 10 വർഷമായിട്ടുണ്ടായിരിക്കണം. ഇതൊരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് 100 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ലാൻഡുകളും ബിൽഡിങ്ങുകളും ഇതിന്റെ പേരിലുണ്ടായിരിക്കണം. 5 റൂമെങ്കിലും എന്താണ് ഈ ക്ലബിനുണ്ടായിരിക്കണം. അത് എന്താണ് 5 റൂമുകൾ ഏതെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. 2 ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ ഉള്ള ടെന്നീസ്, വോളിബോൾ, ബാഡ്മിൻ്റൺ അതൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കെട്ടിടമായിരിക്കണം. ഇൻഡോർ ഫെസിലിറ്റീസ്, അതായത് ഷട്ടിൽ കോക്ക്, 2 ടേബിൾസ് അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ്, ബില്ലിയാർഡ്സ് ഒക്കെ കളിക്കുന്നതിന് കാറ്ററിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡുകളൊക്കെ സെർവ് ചെയ്യുന്നത് അവിടുത്തെ മെമ്പേഴ്സിന് മാത്രമായിരിക്കണം. ഈ ക്ലബ് എന്ന് പറയുന്നത് 5 ക്ലബ്ബുമായിട്ട് ഇൻസൈഡ് ഔട്ട്സൈഡ് സ്റ്റേറ്റുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അതിന് അഫിലിയേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അപ്പോൾ ഈ തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയും ഈ ഫോറിൻ ലിക്വറുകൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്ന് വരണം. അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ട്, ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് ഫോറിൻ ലിക്വർ ക്ലബ് ലൈസൻസുകൾ എന്ന് പറയുന്നത്. ഇനി അതിൽ റൂൾ 22 പറയുന്നത് ലൈസൻസീസ് ഫോർ ദ സെയിൽ ഓഫ് ഫോറിൻ ലിക്വർ എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ഫ്രം റെക്ടിഫൈങ് ദ സ്പിരിറ്റ്. ഈ തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഫോറിൻ ലിക്വറുകൾ ചിലപ്പോൾ ഉപയോഗിക്കാനും അല്ലെങ്കിൽ മേടിച്ചു വെച്ചിട്ട് വിൽക്കാനും ഒക്കെ ഉള്ളതായിരിക്കും. എന്നാൽ അതിനൊക്കെയുള്ള ലൈസൻസേ നിങ്ങൾക്കുള്ളൂ. എന്നാൽ നിങ്ങൾക്കിതിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ അവിടെ കേട്ടിട്ടുള്ളതാണ്, നേരത്തെ ഇത് പ്യൂരിഫൈ ചെയ്യാൻ, റെക്ടിഫൈ ചെയ്യാൻ, ഫ്ലേവർ ചെയ്യാൻ, 2 എണ്ണത്തിൽ തമ്മിൽ ചേർത്ത് പുതിയതൊരെണ്ണം ഉണ്ടാക്കാൻ അതിനൊന്നുള്ള റൈറ്റ് പറയുന്നില്ല. ഇനി അടുത്ത റൂള് പറയുന്നുണ്ട്, അത് റൂൾ 23-ന്റെ 1 അടുത്ത റൂൾ പറയുന്നതാണ്. സ്പിരിറ്റ് മാനുഫാക്ചർ ചെയ്യുക, ഫ്ലേവർ ചെയ്യുക, കളർ ചെയ്യുക, കോമ്പൗണ്ടഡ് ഇൻ ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഓർ കെപ്റ്റ് ഫോർ സെയിൽ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ നിർമ്മിച്ച മദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, സ്പിരിറ്റ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾ ലിക്വർ ഇമ്പോർട്ടഡ് ഇൻ ബൾക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇവിടേക്ക് ബൾക്കായിട്ട് വൻതോതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സ്പിരിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ബോട്ടിൽഡ് ഇൻ ദ സ്റ്റേറ്റ് റിസീവ്ഡ് ഓർ കെപ്റ്റ് ഫോർ സെയിൽ മസ്റ്റ് ബി എ പ്രിന്റഡ് ലേബൽ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഏത് രാജ്യമാണത് അപ്പൊ ഏത് സ്റ്റേറ്റിലേക്കാണോ ഇതിനെ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്, അപ്പൊ ഇമ്പോർട്ട് ചെയ്ത രാജ്യത്തിന്റെ പേരും അത് ആ ബോട്ടിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അയാളുടെ ലൈസൻസ്, പ്ലേസ് ഓഫ് ബോട്ടിലിംഗ്, എവിടെയാണ് ഈ കുപ്പിക്കകത്ത് ഇതെല്ലാം നിറച്ചത് ആ പറയുന്ന പ്ലേസ് ഓഫ് ബോട്ടിലിങ്ങിന്റെ കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ ലൈസൻസുകൾ എന്ന് പറയുന്നത് ലൈസൻസ് പർച്ചേസ് ചെയ്യുന്നു, ഇമ്പോർട്ട്, സ്റ്റോർ, സപ്ലൈ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ. അതിനൊക്കെയുള്ള ലൈസൻസിനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ബോട്ടിലായിരിക്കണം. അതിലെല്ലാം ലേബൽ ഉണ്ടായിരിക്കണം. അതിൽ വാർണിംഗ് ഉണ്ടായിരിക്കണം. ഡ്രങ്കൻ ഡ്രൈവിംഗ് ഈസ് പണിഷബിൾ,
ഡ്രിങ്കിങ് ഈസ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഇങ്ങനെയൊക്കെയുള്ള വാർണിംഗ് സൈനുകൾ അതിനകത്ത്, വാർണിംഗ് വേർഡുകൾ, എഴുത്തുകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി അത് മാത്രമല്ല, എന്താണ്, കളറുകൾ വളരെ വിസിബിൾ ആയിരിക്കണം, കോൺട്രാസ്റ്റിംഗ് കളറിൽ. അതായത് പെട്ടെന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ ചുമ്മാ എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെച്ചാൽ പോരെ, പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി എന്താണ്, ഈച്ച് ലെറ്റർ ഹാവിങ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 0.3 സെന്റിമീറ്റർ ഡയമെൻഷൻ ആയിരിക്കണം ഉണ്ടത്. 750 ml ബോട്ടിൽ എത്രയാണ്, 750 ml ഒരു ബോട്ടിലിൽ 0.3 സെന്റിമീറ്റർ ഡയമെൻഷൻ ആണ് ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ 180 ml ബോട്ടിലിനകത്താണ് എന്നുണ്ടെങ്കിൽ, 180 ml ബോട്ടിലിനകത്താണെന്നുണ്ടെങ്കിൽ 0.2 സെന്റിമീറ്റർ ഡയമെൻഷനിലും ആ എഴുത്ത് കണ്ടായിരിക്കണം, കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് എന്താണ്, 28A ആണ് അടുത്ത റൂള് പറയുന്നത്. അപ്പൊ ലൈസൻസ്ഡ് പ്രിമൈസുകൾ എന്ന് പറയുന്നത് ഫോർ സെയിൽ ഓഫ് ലിക്വർ ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ ദ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, നമ്മൾ ഈ തരത്തിൽ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്ലബ് ആയിരിക്കാം, റെസ്റ്റോറൻ്റ് ആയിരിക്കാം, എന്താണ്, ഹോട്ടലുകളായിരിക്കാം, ബാറുകളായിരിക്കാം. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ ലൈസൻസ് അത് സെയിൽ ചെയ്യാനാണ്. അത് എന്താണ്, ചിലപ്പോൾ അവിടെ ഇരുന്ന് ആ പ്രിമൈസുകളിൽ ഇരുന്ന് മദ്യപിക്കാനുള്ള, അതാണല്ലോ റെസ്റ്റോറൻറ്റുകൾ, ക്ലബ്ബുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ പലതരത്തിൽ ലൈസൻസുകൾ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും എന്താണ്, അതാണ്ട് ഈ പറയുന്ന ആൾക്ക് എന്താണ്, ജന്മദിന, ഗാന്ധി എന്താണ്, ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി, ബർത്ത്ഡേ ഓഫ് ശ്രീനാരായണ ഗുരു, ഈ പറയുന്ന ശ്രീനാരായണ ഗുരു എന്താണ് ജനിച്ച ദിവസം, മഹാത്മാഗാന്ധി ജനിച്ച ദിവസം, ഈ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ആ ഷോപ്പുകൾ ക്ലോസ് ചെയ്തിട്ടിരിക്കണം എന്നാണ്. പിന്നെ ജന്മദിനവും ഉണ്ട്, അതേപോലെ തന്നെ ഈ എന്താണ് മരണപ്പെട്ട ദിവസം ഉണ്ടല്ലോ, അപ്പം ജനിച്ച ദിവസം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൊമറേഷൻ ഓഫ് മഹാത്മാഗാന്ധി, പിന്നെ കൊമമറേഷൻ ഓഫ് മഹാത്മാഗാന്ധി, സമാധിയോ ശ്രീനാരായണ ഗുരു, ഇതെന്നെല്ലാം അത് അടച്ചിട്ടിരിക്കണം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ ജനറൽ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആ പോളിംഗ് ഏരിയകളിൽ ഏകദേശം 48 മണിക്കൂർ എന്താണ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 48 hours എൻഡിങ് വിത്ത് അവർ ഫിക്സഡ് ഫോർ ദ കൺക്ലൂഷൻ ഓഫ് ദ പോൾ, അതായത് ഈ ഇലക്ഷൻ തുടങ്ങി തീരുന്നത് വരെയുള്ള, അതാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു 48 മണിക്കൂർ, പോള് തീരുന്നത് വരെയുള്ള ആ 48 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെയും ഇത് ഇലക്ഷനുമായി സംബന്ധിച്ച്, ബൈ ഇലക്ഷൻ ഒക്കെ വരുന്നതുമായി സംബന്ധിച്ച് അവിടെയും ഈ ഷോപ്പുകളൊക്കെ അടച്ചിട്ടിരിക്കണം എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, എന്താണ്, ഇലക്ഷനോ ബൈ ഇലക്ഷനോ ആയിക്കോട്ടെ, പഞ്ചായത്ത്, മുനിസിപ്പൽ ഡിവിഷൻസ്, അവിടെയും ഈ 48 മണിക്കൂർ, ഇപ്പം നാളെയാണ് നമ്മൾക്ക് എന്ത് പറയുന്നത് ഇലക്ഷൻ എങ്കിൽ അപ്പം അതിന് ഒരു ദിവസം മുമ്പേ, അപ്പം നാളെ തൊട്ട് തുടങ്ങുന്ന ആ പോൾ, അപ്പം 5 മണി വരെ ആണ് എന്നുണ്ടെങ്കിൽ ആ പോൾ എൻഡ് ചെയ്യുന്നത് വരെയുള്ള 48 മണിക്കൂറാണ്. അപ്പം അവിടെ തൊട്ട് ബാക്കിലോട്ട് തുടങ്ങുന്ന ഒരു 48 മണിക്കൂർ കൊണ്ട് ഈ എവിടെയൊക്കെ ഈ തരത്തിൽ ഫോറിൻ ലിക്കറുകൾ എന്ന് പറയുന്നത് വിൽക്കാനും അതേപോലെ ഉപയോഗിക്കാനും ഒക്കെയുള്ള ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, അവിടെയെല്ലാം ഇത് അടച്ചിട്ടിരിക്കണം എന്നുള്ളതാണ്. എന്താണ്, എല്ലാ മാസവും എന്ന് പറയുന്നത് പിന്നെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച്, കലണ്ടർ മന്ത് അനുസരിച്ച് എല്ലാ 1-ാം തീയതികളും, അതേപോലെ തന്നെ ഗുഡ് ഫ്രൈഡേയിൽ, ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് അബ്യൂസ്, ഇല്ലിസിറ്റ് ട്രാഫിക്, ഈ പറയുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ പറയുന്നതിനെ അടച്ചിട്ടിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പീരീഡ് ഓഫ് ലൈസൻസ് നമ്മൾക്ക് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്താണ്, ഇത് റിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ളെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾക്ക് കിട്ടുന്ന ലൈസൻസ് നിങ്ങൾ പുതുക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. അങ്ങനെ ഒരു നോട്ടീസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്, നോട്ടീസ് ഓഫ് സച്ച് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്, അപ്പൊ എന്താണ്, നിങ്ങളിത് റിന്യൂ ചെയ്തിട്ടില്ല, ഈവൻ നമ്മളൊരു എന്താണ് ഒരു ഡേറ്റ സബ്സ്ക്രിപ്ഷൻ പോലും ചെയ്യുമ്പോൾ അത് തീരുന്നതിന് 2 ദിവസം 3 ദിവസം മുമ്പേ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കില്ലേ, ഇത് തീരാൻ പോവുകയാണ്, അത് എന്താണ്, അത് റിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ടായി പോകുമെന്ന് പറയില്ലേ. അതേപോലെ തന്നെ എന്താണ്, ഇത് ആനുവൽ എല്ലാ ഫിനാൻഷ്യൽ ഇയറിന് മുമ്പും ഈ പറയുന്നത് റിന്യൂ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് റിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസലായി പോകുന്നതാണ്. അങ്ങനെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, ഓക്കെ, ഗിവൺ ടു ലൈസൻസി, അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ലൈസൻസ് ക്യാൻസലായി പോകുന്നുണ്ടെങ്കിൽ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി, അപ്പോൾ ഈ പീരീഡ് നമ്മുടെ എന്താണ് ലൈസൻസ് ക്യാൻസൽ ആയെങ്കിൽ അന്ന് തൊട്ട് തുടങ്ങുന്ന ഒരു 30 ദിവസം കൊണ്ട് എന്താണ് നോട്ടീസ് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ക്യാൻസലായി തുടങ്ങിയ ആ 30 ദിവസം കൊണ്ട് എന്താണ് സെൽ ദ ഫുൾ സ്റ്റോക്ക് ഓഫ് ഫോറിൻ ലിക്കർ ഇൻ ഹിസ് പൊസഷൻ ടു എനി വെൻഡർ ഹു ഹോൾഡ്സ് എ ലൈസൻസ് ടു സെൽ സച്ച് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്,
എനിക്കൊരു ലൈസൻസ് ഒബ്റ്റെയിൻ ഉണ്ടായിരുന്നു, അതനുസരിച്ച് ഞാൻ ലൈസൻസ് റിന്യൂ ചെയ്തില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് ക്യാൻസൽ ആയെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത വെണ്ടർ ആരാണ്, എൻ്റെ കയ്യിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, അത് ലൈസൻസ് ഇല്ലാതെ പിന്നെ ഞാൻ കൈവശം വെക്കാനോ പിന്നീട് സെയിൽ ചെയ്യാനോ പാടുള്ളതല്ല. അടുത്ത വെണ്ടർക്ക്, വിൽക്കുന്ന ആൾക്ക് ഇതിനെ കൈമാറ്റം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർക്ക്, ഇല്ലെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന എക്സൈസ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഫോറിൻ ലിക്കറുകളെല്ലാം കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ്. ഈ ഓണർ ഓഫ് സച്ച് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത് എന്താണ്? അത് മാത്രമല്ല, അടുത്ത ഒരു 30 ദിവസം കൂടെ കൊടുക്കും. സെല്ലിംഗ് ദ സെയിം ഇൻ വൺ ട്രാൻസാക്ഷൻ ടു അനദർ ലൈസൻസ്ഡ്. അപ്പൊ എന്താണ്? ആദ്യം ഒരു 30 ദിവസം കിട്ടി, വീണ്ടും ഒരു 30 ദിവസം, കാരണം ചിലപ്പോൾ പെട്ടെന്ന് ഇതൊന്നും സെയിൽ ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല, അടുത്തൊരു 30 ദിവസം കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഫർദർ പീരീഡിലും ഓക്കെ, ആദ്യത്തെ 30 ദിവസം എനിക്ക് കിട്ടി, അന്നേരം എനിക്ക് എനിക്കാണ് എന്താണ്, ആദ്യം എൻ്റെ ലൈസൻസ് എക്സ്പയറി ആയി കഴിഞ്ഞിട്ട് ഒരു 30 ഡേയ്സ് കിട്ടി മറ്റ് വെണ്ടർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയില്ല, വീണ്ടും ഒരു 30 ഡേയ്സും കൂടെ കിട്ടും. ഈ 30 ഡേയ്സിലും എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ഡിവിഷൻ എന്ന് പറയുന്നത് ആള് ഈ ഫോറിൻ ലിക്കറിനെ പബ്ലിക് ഓപ്ഷനിൽ എന്ത് ചെയ്തിരിക്കണം? അതായത് പൊതുവായിട്ടുള്ള ഒരു ലേലത്തിൽ നിന്ന് സെയിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത്രയും വരെ ഒന്നും പോവില്ല, ആരും അത്രയും മണ്ടന്മാരല്ലല്ലോ, അത്രയും പോകില്ല. എന്നാലും ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഇനി ഓക്കെ, അടുത്ത 33ന്റെ എയിൽ പറയുന്ന റൂളാണ്, എല്ലാ അബ്കാരി ഓഫീസർമാരും എന്താണ്, എക്സൈസ് ഇൻസ്പെക്ടറിൽ കുറയാത്ത റാങ്ക് ഉള്ളവർക്ക് എന്താണ്, ഈ തരത്തിലുള്ള ഫോറിൻ ലിക്കറുകളെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനി ലൈസൻസ്ഡ് പ്രൊമൈസിൽ ഹാവിംഗ് ലൈസൻസ് ഇഷ്യൂഡ് അണ്ടർ ദിസ് റൂൾസ്. അപ്പം നിങ്ങൾ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈവശമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നില്ലേ, ഇതിനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് കടന്നു വരാവുന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സാമ്പിൾസ് എടുക്കാവുന്നതാണ്. ഇനി അബ്കാരി ഓഫീസർ ഫോർ കെമിക്കൽ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് അതിൻ്റെ സാമ്പിൾസ് ഒക്കെ എടുക്കാം. അപ്പൊ ഈ സാമ്പിൾ എടുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിനിമം 180 ml എങ്കിലും സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ സാമ്പിളുകൾ വിൽക്കാൻ, കാരണം നിങ്ങൾ ഇവിടെ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് വേറെ വല്ല സാധനങ്ങളും ആണോ, അല്ലെങ്കിൽ എന്താണ് മായം കലർത്തിയതാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ളതാണോ ഇവിടെ വിൽക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കിന് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് മിനിമം 180 ml കുറയാത്ത വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്തെടുക്കുക എന്നുള്ളതാണ്, സാമ്പിൾസ് എടുക്കുക. 3 സാമ്പിളാണ് എടുക്കേണ്ടത്. ഈ 3 സാമ്പിളുകൾ ABC എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പർലി ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് ബോട്ടിലുകളിൽ വേണം സൂക്ഷിക്കാൻ. ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഈ ലൈസൻസി ആയിരിക്കണം ഇതിൻ്റെ ചെലവ് കൊടുക്കേണ്ടത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ ബോട്ടിലുകൾ, സാമ്പിൾ എടുക്കുന്ന ബോട്ടിലുകൾ കൃത്യമായിട്ട് അടച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കണം. സ്യൂട്ടബിൾ ഒന്നുകിൽ ക്യാപ്പ് അല്ലെങ്കിൽ കോർക്കൊക്കെ വെച്ച് അത് കൃത്യമായിട്ട്, ഒട്ടും ലീക്ക് ഉണ്ടാകരുത്, ലീക്ക് പ്രൂഫ് ആയിരിക്കണം എന്നുള്ളതാണ്. നെക്ക് പോർഷൻ എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിന്റെ ഒക്കെ ഇതൊക്കെ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുക, അത് മറച്ചു വെച്ചിരിക്കുക. ലേബൽസ് നമ്മൾ പറഞ്ഞില്ലേ 3 ബോട്ട് സാമ്പിൾ എടുക്കണം, അത് ABC എന്ന് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മാർക്കിംഗ് എന്ന് പറയുന്നത് ചീഫ് കെമിക്കൽ എക്സാമിനർക്ക് അയക്കാനുള്ളതാണ്. കെമിക്കൽ എക്സാമിനറിനോ ജോയിന്റ് കെമിക്കൽ എക്സാമിനറിനോ അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ചീഫ് കെമിക്കൽ എക്സാമിനർ അല്ലെങ്കിൽ ജോയിന്റ് കെമിക്കൽ എക്സാമിനർക്കാണ് അത് അയക്കാനുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള ഓതറൈസ് ചെയ്യുന്ന മറ്റൊരു ഓഫീസറിനാണ് അത് അയക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് സീൽഡ് കവറിലായിരിക്കണം അതിനെ അയക്കേണ്ടത്. ഈ രണ്ടാമത്തെ B എന്ന് പറയുന്നത് അയക്കേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് ആണ് പറയുന്നത്. ഹാൻഡഡ് ഓവർ ടു ദ കൺസേൺഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ്. ആ ഡിവിഷനിൽ പറയുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസിനാണ് കൊടുക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏത് സ്ഥലത്തു നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത്, ആരാണ് ലൈസൻസി, ആ വക കാര്യങ്ങളെല്ലാം ഒരു മെമ്മോറണ്ടമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ഈ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സീലൊക്കെ അതിന്റെ നെക്ക് പോർഷനകത്ത് സീലൊക്കെ ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. C മാർക്ക് ചെയ്തതിനെ എവിടെ നിന്നാണോ, ദ ബോട്ടിൽ ഓർ കണ്ടെയ്നർ മാർക്ക്ഡ് ആസ് C ഷാൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ലൈസൻസി ഫ്രം ഹൂം. ഇത് ആരിൽ നിന്നാണോ കളക്ട് ചെയ്തത് ആ ലൈസൻസിക്ക് തന്നെ ഇതിനെ കൊടുത്തിരിക്കണം, അങ്ങനെയാണ് പറയുന്നത്. ഇനി
ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു രജിസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് സീരിയലായിട്ട് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. സീരിയൽ നമ്പർ ഓരോന്നിനും കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ ഇട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് എന്തെന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമ്മളുടെ എന്താണ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്ന റൂളുകൾ. ഈ ഫോറിൻ ലിക്കർ റൂളുകളെല്ലാം തന്നെ നമ്മൾ അബ്കാരി ആക്ട് പഠിക്കുമ്പോൾ ആ ആക്ടിനകത്ത് നമ്മൾ കുറേ ഡെഫിനിഷൻസ് കണ്ടു. അതിനകത്ത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതുപോലെ ആർക്കൊക്കെ ഈ സാധനം ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അവിടെയെല്ലാം തന്നെ അവിടെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്ന എന്താണ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ടാണ് എന്ത് കിടക്കുന്നത്, ഈ നമ്മളുടെ റൂളുകൾ കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫോറിൻ ലിക്കർ റൂൾസും എക്സൈസുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഫോറിൻ ലിക്കർ റൂൾസും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ.